വെറും 10 മിനിറ്റ് കൊണ്ടേ നമുക്കൊരു അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയാലോ. സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത നെയ്യപ്പമാണ്. നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ അതേ രുചിയിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പമാണ്. നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെയ്യപ്പം ഫ്ലോപ്പ് ആവാതിരിക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 200 ഗ്രാം ശർക്കര എടുക്കാം. അതൊന്ന് കുത്തിപ്പൊട്ടിച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. അതേസമയം നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടിയോളം തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണേ. അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇട്ടിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ആ ചൂടിൽ അതവിടെ ഇരുന്നങ്ങ് മൂത്ത് വന്നോളൂ. അതേസമയം തന്നെ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത പത്തിരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി ഇല്ലേ, പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നത്, അതെടുത്തിരുന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് അങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി തിളച്ച ഉടനെയല്ല, 1-2 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഒഴിച്ചാൽ മതി. നമ്മൾ ഈ പൊടിയൊക്കെ എടുക്കുന്ന ആ ഒരു സമയം അത്രയും മതി. ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആ ചൂട് ശർക്കരപ്പാനി എത്തത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും പത്തിരിപ്പൊടിക്ക് അനുസരിച്ച്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ പത്തിരിപ്പൊടിയാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും പത്തിരിപ്പൊടിയുടെ മൂപ്പിനനുസരിച്ച്. കാരണം ചില പൊടി കുഴച്ചെടുക്കുമ്പോഴേ കൂടുതൽ മാവ് കിട്ടും. അങ്ങനത്തെ ആകുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. വെള്ളം നോക്കി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് നെയ്യപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടില്ല. മാവെല്ലാം ഇങ്ങനെ എണ്ണയിൽ ഒഴിക്കുമ്പോഴത്തേക്കും പിരിഞ്ഞ് അങ്ങ് പോയി പോകും. പിന്നെ നല്ലതുപോലെ എണ്ണയും കുടിക്കും. എന്നാൽ ഒരുപാട് തിക്കായി പോയാൽ നെയ്യപ്പത്തിന് ഒരു കട്ടിയായിരിക്കും. അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുകയില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവ തന്നെയാണ്, വറുക്കാത്തതായാലും കുഴപ്പമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഇട്ട് എന്തുണ്ടാക്കുമ്പോൾ ശകലം പഞ്ചസാര ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇനി ഇത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഏറ്റവും അവസാനം നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡ ചേർക്കുന്ന സമയത്ത് തവിക്കകത്തോട്ട് ഇട്ടിട്ട് അതിൽ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല നെയ്യപ്പം തന്നെ കിട്ടും. പക്ഷേ കുറച്ചൊരു ഉറപ്പായിരിക്കും, നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരട്ടെ. ആ ചൂടാവുന്ന സമയം ഇത് മാവ് റെസ്റ്റിലാണല്ലോ. നെയ്യപ്പം ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിന് നല്ല സ്വാദായിരിക്കും. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ വളരെ കുറച്ച് വെച്ച് എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ തീയിലുണ്ടാക്കി എടുക്കുമ്പോഴാണ് നല്ല നെയ്യപ്പം കിട്ടുക. എങ്കിലേ ആ ഒരു അരികൊക്കെ ഇങ്ങനെ കുറച്ചൊരു ലേസ് പോലെ ആയിട്ട് ആ ഒരു നല്ലൊരു ഷേപ്പിൽ നെയ്യപ്പം കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വന്ന് ബോൾ പോലെ അങ്ങ് ഉരുണ്ടിരിക്കും. ഇത് പതിയെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊങ്ങി വരും. പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. കാരണം ആ മോൾഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. പക്ഷേ നെയ്യപ്പത്തെ തൊടുകയേ ചെയ്യരുത്. നെയ്യപ്പം മറിച്ചിടാനും ശ്രമിക്കരുത്. അടിഭാഗം നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രം മറിച്ചിടാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പാളീസായി പോവും. പതുക്കെ ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഉറച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ച മാവ് ചൂടോടുകൂടി ഒഴിക്കരുതേ. തണുത്തതിന് ശേഷം മാത്രമേ നെയ്യപ്പം ഉണ്ടാക്കാവുള്ളൂ. നമ്മളെല്ലാം അരച്ചൊക്കെ വരുമ്പോഴത്തേക്കും തണുത്തിട്ടുണ്ടാകും. 2 സൈഡും നല്ല നെയ്യപ്പത്തിൻ്റെ കളർ അറിയാലോ, നല്ല ഡാർക്ക് കളറാകുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണെങ്കിൽ എക്സ്ട്രാ ഉള്ള ആ ഓയിലും കൂടി അങ്ങ് വലിഞ്ഞു പോയിക്കോളും. നമുക്ക് അടുത്ത മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അതും അതേപോലെ കുറഞ്ഞ തീയിൽ ആക്കിയെടുക്കാം. ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴേ ഉണ്ണിയപ്പം പോലെയല്ല, ചിലർക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ശരിയായി കിട്ടണമെന്നില്ല. ചിലർക്കെന്നല്ല, മിക്കവാറും എല്ലാവർക്കും
നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ മാവ് കുഴയ്ക്കുമ്പോഴും നെയ്യപ്പം എണ്ണയിലേക്ക് കോരി ഒഴിക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റായിട്ട് നെയ്യപ്പം കിട്ടും. വെറുതെ പറയല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. നെയ്യപ്പം മാത്രമല്ല, എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. കളിയാക്കുമായിരിക്കും ചിലർ, അടുക്കളയിൽ നിന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിക്കുമായിരിക്കാം. അതൊന്നും മൈൻഡ് ആക്കണ്ട. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന സ്ഥലമൊന്നോ ഇന്ന സമയമൊന്നോ ഒന്നുമില്ല, എപ്പോൾ വേണേലും പ്രാർത്ഥിക്കാം അല്ലേ. അപ്പം നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 14-15 നെയ്യപ്പമൊക്കെ ഉണ്ടാകും. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ നെയ്യപ്പം കാണാനായിട്ട്. ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ് നെയ്യപ്പം എന്ന് പറയുന്നത്. എനിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്ര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കണ്ടില്ലേ, അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. എന്ന് വെച്ച് തീരെ എണ്ണയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എണ്ണയിലല്ലേ പൊരിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അരികൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല ആരെടുത്ത നെയ്യപ്പം. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഇത് മുറിക്കുമ്പോൾ തന്നെ കഴിക്കാനായിട്ട്. ശരിക്കും നല്ല ടേസ്റ്റുണ്ട്. ആ അരിക് ഇങ്ങനെ മുരിഞ്ഞ ഭാഗം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ അധികം ഇങ്ങനെ അരിക് കഴിക്കാറുണ്ടോ? ചിലർ നടുഭാഗം അരിക് ആദ്യം കഴിക്കുക, അവസാനം അരിക് കഴിക്കാനായിട്ടൊക്കെ വെക്കും. പാലപ്പമൊക്കെ കഴിക്കില്ലേ, അതുപോലെ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉള്ളിലെ സോഫ്റ്റാണ്. ഇത് ശരിക്കും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ തോന്നില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.